ട്രെയിലർ പോലും കാണാതാണ് ഈ പടത്തിന് പോയത്. ത്രില്ലറാണെന്നോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നമുക്കിതിനെ പെടുത്താൻ പറ്റത്തില്ല. തിയേറ്ററിൽ നിന്ന് ആദ്യം ഇറങ്ങിയപ്പോൾ ഈ 3 പേരുടെ പേരാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയത്. ഈ മൂവിയിൽ ഉപയോഗിച്ചിരുന്ന ഫ്രെയിമുകൾ അത് നല്ല ഇമോഷണലി ഡെപ്തോടെ നമുക്ക് പോർട്രേ ചെയ്തേക്കുന്ന ഒരു ഡ്രാമയെന്ന് ഈ സിനിമയെ പറയാൻ പറ്റത്തുള്ളൂ. അബ്ബ എന്നൊരു ക്യാരക്ടർ ഓടി ഒരു വണ്ടിയിലോട്ട് കയറുകയാണ്. ലൈറ്റ് പുള്ളിയുടെ മുഖത്ത് തട്ടുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇറ്റ് ഈസ്. വെൽക്കം ടു ദ റിവ്യൂ സെക്ഷൻ. അപ്പോൾ ഞാനൊരു പ്രൊഫഷണൽ റിവ്യൂവർ അല്ല. എനിക്കതുകൊണ്ട് തന്നെ സിനിമയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വല്ല അറിവൊന്നുമല്ല പറയുകയാണെങ്കിൽ പോലും ഞാൻ സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും എല്ലാ ജേണലുള്ള പടങ്ങളും ഞാൻ കാണാറുണ്ട്. മാക്സിമം തിയേറ്ററിൽ കണ്ട എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയെക്കുറിച്ച് വിലയിരുത്താൻ എനിക്ക് അത്രയും അറിവൊക്കെ ഒരു സാധാരണ കാഴ്ചക്കാരന് മതി എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു ബലത്തിലാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ബാലൻ മൂവി ഫീൽ എന്ന് വെച്ചാൽ ഒരു മിസ്റ്ററി ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു അമ്മ മകൻ കഥ, അല്ലെങ്കിൽ ഒരു പല ഐഡൻറ്റിറ്റിയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെയും മകൻ്റെയും കഥ, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലായാലും അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു മോൻ, അത് കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ചിദംബരം ഇതിലെ ഡയറക്ടർ. ആകെ പുള്ളിക്കാരൻ 3 പടം എടുത്തിട്ടുള്ളൂ. ജാനിമൻ, മഞ്ഞുമൽ ബോയ്സ് ആൻഡ് ഇത്. ഈ ജാനിമൻ ആയിക്കോട്ടെ മഞ്ഞുമൽ ബോയ്സ് ആയിക്കോട്ടെ, ഇത് രണ്ട് ജേണലുള്ള പടങ്ങളാണ്. അതുപോലെ തന്നെയാണ് ബാലൻ. കാരണം ഇത് 3 നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. സോ ഈ സിനിമ ഭയങ്കര സംഭവമാണെന്നൊന്നും ഞാൻ പറഞ്ഞ് വലിപ്പിക്കാനായിട്ടും അങ്ങനെ ഞാൻ പറയാൻ നോക്കുന്നില്ല. പക്ഷേ സംതിങ് എന്തോ ഈ സിനിമയിലോട്ട് നമ്മളെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചിരുത്തുന്നൊരു സംഭവം ഉണ്ട്. ആൻഡ് ഇതിൽ മെയിനായിട്ടുള്ളത് ഇതിലെ കാസ്റ്റിംഗ് ആണ്. അതിൽ പ്രധാനപ്പെട്ട 3 പേര് ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞേ പറ്റും. ഞാൻ തിയേറ്ററിൽ നിന്ന് ആദ്യം ഇറങ്ങിയപ്പോൾ ഈ 3 പേരുടെ പേരാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയത്. അല്ലെങ്കിൽ ഇവർ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ എങ്ങനെ, അതാണ് ഞാൻ നോക്കിയത്. അപ്പം ഒന്നാമത്തത് ഇതിലെ ഹീറോയിനായിട്ടുള്ള ഫർസാന പാലത്തി. ന്യൂ ഫേസ് ആണ്, പക്ഷേ അവരുടെ കണ്ണാണ് അതിൽ ഏറ്റവും ബ്യൂട്ടി. ഭയങ്കരമായിട്ടൊരു മിസ്റ്ററി, അല്ലെങ്കിൽ ആ ഇമോഷൻസ്, ഇപ്പം സങ്കടമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു എന്താ നിസ്സഹായത ആയിക്കോട്ടെ, അതെല്ലാം അവരുടെ കണ്ണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാമത്തത് ആദിദേശാണ്. ബാലൻ, അതായത് ആ കുട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സോ അവൻ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇങ്ങനെ നോക്കിയിരുന്നു, ഇവൻ എന്താ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഒരു കൊച്ചുകുട്ടി എന്നതിനേക്കാൾ ഉപരി അവൻ നല്ലൊരു പെർഫോമറാണെന്ന് അവൻ്റെ ഫസ്റ്റ് സിനിമയിലൂടെ തന്നെ അവൻ തെളിയിച്ചിരിക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വൺ, നമ്മുടെ മുഹമ്മദ് സീനാൻ എന്ന് പറയുന്ന കുട്ടി. അവന് 14-16 വയസ്സേ ഉള്ളൂ. പക്ഷെ അവൻ ചെയ്ത് വെച്ചേക്കുന്നത് ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ എടുക്കുന്ന സമയത്ത് അവൻ്റെ ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. കാരണം ആ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ആ പയ്യനെ നല്ല പോലെ പറ്റി. അവൻ്റെ ദേഷ്യം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു നിസ്സഹായത ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര രസമായിട്ട് അവനത് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഹാറ്റ്സ് ഓഫ് യു 3. എനിക്ക് നിങ്ങളുടെ 3 പെർഫോമൻസ് പറയാതെ എനിക്ക് റിവ്യൂ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്. കമ്പാരിറ്റീവ്ലി സെക്കൻഡ് ഹാഫ് കുറച്ച് കയറി നിൽക്കും. ഇത്രയും ലാഗൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നെ അവിടെ പിടിച്ചു നിർത്തിയ 1-2 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മൂവിയിൽ ഉപയോഗിച്ചിരുന്ന ഫ്രെയിമുകൾ. അത് തുടക്കം തൊട്ട് അവസാനം വരെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് എവിടെയും ഒരു നെഗറ്റീവ് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് രസമായിട്ടാണ് അവർ ആ പടം എടുത്തു വെച്ചേക്കുന്നതെന്ന് പറയുന്നത്. രണ്ടാമത്തെ മ്യൂസിക്. സുഷിൻ ശ്യാമിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈവൻ ചിദംബരം സുഷിൻ ശ്യാം കോമ്പോ തന്നെ എടുത്ത ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിയർപ്പ് തുങ്ങിയിട്ട് പറയാൻ പാടില്ല, പെരിയാറിനരുമകളല്ലേ എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അതിൽ ആ ഒരു മോഡുലേഷൻ ഉണ്ട്. അത് തന്നെയാണ് ഈ പടത്തിലും. ചില മോഡുലേഷൻസിൽ ആ പാട്ടിങ്ങനെ മാറി വരുമ്പോൾ നമ്മുടെ മേത്തോട്ടൊരു ഡ്രഗ് ഇഞ്ചെക്റ്റ് ചെയ്ത് നമ്മുടെ അഡിക്ഷൻ ആ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക്കാണ് സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത്. ഈ പടത്തിൽ അത് നല്ലപോലെ വർക്കായിട്ടുണ്ട്. മൂവിങ് ഔട്ട് ടു ദ സെക്കൻഡ് ഹാഫ്, നമ്മുടെ സർപ്രൈസ് എൻട്രി. ഞാൻ ട്രെയിലർ പോലും കാണാതാണ് ഈ പടത്തിന് പോയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അബ്ബ എന്നൊരു ക്യാരക്ടർ ഓടി ഒരു വണ്ടിയിലോട്ട് കയറുകയാണ്. ലൈറ്റ് പുള്ളിയുടെ മുഖത്ത് തട്ടുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇറ്റ് ഈസ് ടൊവിനോ. ഞാൻ മനസ്സിൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും കണ്ടുവന്ന, ഇപ്പം കുറച്ച് മുന്നേ അതിരടി ഇറങ്ങിയപ്പോൾ പോലും അത് ടൊവിനോ ആണ്, ടൊവിനോയുടെ ഒരു ഫീച്ചറാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ശരിക്കും ഒരു സാധാരണ ഒരു ചേരിയിൽ താമസിക്കുന്ന ഒരു കള്ളനായിട്ടുള്ള ഒരു മിഡിൽ ഏജ്ഡ് മാൻ.
ഈവൻ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, എക്സ്പ്രഷൻ ആയിക്കോട്ടെ, ആ ഒരു ഗെറ്റപ്പ് ആയിക്കോട്ടെ, ഇതിൽ പുള്ളി വെയിറ്റൊക്കെ ഗെയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതിൽ ഡ്രസ്സൊക്കെ ഒരു സാധാരണക്കാരൊരു ഡ്രസ്സ് ഒരു കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഈ വയറും ഒക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ആ വയർ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. കാരണം അത്തരത്തിലൊരു മേക്ക് ഓവറാണ് ടോവിനോയ്ക്ക് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പുള്ളിയുടെയും കുറച്ച് ഇമോഷണൽ സീൻസൊക്കെ നമുക്കത് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ചില പോയിന്റിൽ നമുക്ക് ടോവിനോട് ദേഷ്യം തോന്നും എങ്കിൽ പോലും പുള്ളിക്കാരൻ റോള് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളത് പവിത്രൻ സാർ, നമ്മുടെ ജീൻ, ഫുൾ കിട്ടുന്നില്ല, നമ്മുടെ ലാലിൻ്റെ മോൻ, പുള്ളിയുടെ റോളാണ് പവിത്രൻ സാർ എന്ന് പറയുന്ന റോള്. ആക്ച്വലി പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ എടുത്ത് പറയത്തക്ക റോള് ഒരമ്മച്ചി ഇതിലുണ്ട്. അമ്മച്ചി ഇപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി ഈ റോളിൽ വരുമ്പോൾ, ഈ ഒരു സിനിമയിലോട്ട് വരുന്ന സമയത്ത് ഈ നായിക കഥാപാത്രം, മകൻ, ഈ അമ്മൂമ്മ, ഇവർ 3 പേരുകളുള്ള ഒരു കോമ്പിനേഷൻ, ഇവർ 3 തമ്മിലുള്ള കെമിസ്ട്രി ബിൽഡ് ചെയ്തെടുക്കുന്ന കുറച്ച് പാർട്ടുണ്ട്, ഇൻ്റർവെല്ലിനോട് അടുത്തെത്തുന്ന കുറച്ച് പാർട്ടുകൾ. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് വരുന്ന BGM ആയിക്കോട്ടെ, അവരുടെ ഡയലോഗ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും ആ ഒരു പാർട്ടും അടിപൊളിയാണ്. അപ്പം ഇങ്ങനെ എടുത്തു പറയുന്നതൊക്കെ കുറേ നല്ല പെർഫോമൻസ് ഇതിലുണ്ട്. ആൻഡ് ക്ലൈമാക്സിലോട്ട് മൂവിങ് ടു ദ ക്ലൈമാക്സ്, നമുക്കത് പ്രഡിക്റ്റബിൾ ആണ്. അത് കാണുമ്പോൾ തുടങ്ങും, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായാലും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. സിനിമകൾ നല്ലോണം കാണുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നല്ലപോലെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് കുറേയൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നെങ്കിൽ പോലും ആ ഒരു പ്രഡിക്ഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വേ, അതാണ് ഈ പടം. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നി. നല്ല ക്ലൈമാക്സിലെ ട്വിസ്റ്റുകളൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കര എനിക്ക് വർക്കിംഗ് ആയിട്ട് തോന്നി. അത്രയ്ക്ക് നെഗറ്റീവ് പറയാനായിട്ടൊന്നുമില്ല. ഒരു 7.5 ഔട്ട് ഓഫ് 10. ഞാൻ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ 2.5 മാറ്റി നിർത്തുകയാണ്. സോ 7.5 അതൊരു മോശമായിട്ടുള്ളൊരു റിവ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ നന്നായിട്ട് എനിക്ക് വർക്കായി. പിന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോയത്. എന്നിരുന്നാൽ പോലും എനിക്കത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തില്ല. പോയത് വെറുതെ ആയില്ല. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. സോ ഇതൊക്കെയാണ് ഈ പടം. അപ്പം എല്ലാവരും ഇനിയും കാണാൻ ആരെങ്കിലും ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുക. കാരണം നല്ലൊരു സിനിമയാണ്. ഒരു മൾട്ടി ടൈംസ് വാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു വട്ടം കൂടി ഇത് കണ്ടിരിക്കാനായിട്ട് പറ്റും കാരണം എനിക്ക് പടം വർക്കായി. അത് കുറ്റം പറയാനായിട്ടൊന്നുമില്ല. നമുക്ക് കണ്ടിരിക്കാം. ഫാമിലിയായിട്ട് പോയി കാണുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു പടമാണ്. നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് തങ്ങി നിൽക്കുന്ന കുറേ സംഭവങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ളൊരു സാധനമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. സോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ ഇനിയും കാണാൻ ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ല വർത്ത് വാച്ചിങ് ആയിട്ടൊരു മൂവിയാണ്. വൺ ടൈം വാച്ച് നിങ്ങൾ പോയി കാണണം. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഒന്നും കൂടെ പോയി കാണും. സോ ഞാൻ കൂടുതലായിട്ട് ഇനി വലിച്ചു നീട്ടിയിട്ട് കൊളാക്കുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും കൂടുതൽ റിവ്യൂസ് ആയിട്ട് വരാം. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.